നമസ്കാരം. കോടികളുടെ ബിസിനസ് സാമ്രാജ്യം, ആഡംബര കാറുകളുടെ വൻ ശേഖരം, റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ. ബംഗളൂരുവിലെ ആകാശഗോപുരങ്ങൾ പടുത്തുയർത്തിയ ഡോക്ടർ CJ റോയിയുടെ ജീവിതം ഒരു സിനിമാ കഥയേക്കാൾ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ആ ജീവിതത്തിന് ഇത്തരമൊരു അന്ത്യമുണ്ടാകുമെന്ന് ബിസിനസ് ലോകം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ബംഗളൂരുവിൽ വേരുകളുള്ള ഒരു മലയാളി കുടുംബത്തിലാണ് CJ റോയിയുടെ ജനനം. BPL, TVS, HP തുടങ്ങിയ വമ്പൻ കമ്പനികളിലെ സുരക്ഷിതമായ ഉദ്യോഗം ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈമുതൽ കോൺഫിഡൻസ് മാത്രമായിരുന്നു. 2005 സ്ഥാപിതമായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചുരുങ്ങിയ കാലം കൊണ്ട് ദക്ഷിണേന്ത്യയിലെയും ദുബായിലെയും ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡുകളിലൊന്നായി മാറി. ബംഗളൂരുവിൽ ജനിച്ചു വളർന്ന തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. സെൻറ് ജോൺസ് ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള വിജനമായ പ്രദേശങ്ങളും അന്നത്തെ തണുപ്പും മഞ്ഞും നിറഞ്ഞ ബംഗളൂരുവും അദ്ദേഹം ഓൾറൗണ്ടർ ഷോ എന്ന പോഡ്കാസ്റ്റിൽ വിവരിച്ചിരുന്നു. വൈകുന്നേരം 6:30 കഴിഞ്ഞാൽ നഗരം ഉറങ്ങുമായിരുന്നുവെന്നും ഇന്നത്തെ പോലെ തിരക്കേറിയ നഗരമായിരുന്നില്ല അന്നെന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. 1990 മുതൽ 1997 വരെ ഹ്യൂലറ്റ് പക്കാർഡിൽ അദ്ദേഹം ജോലി ചെയ്തു. വൈറ്റ് കോളർ ജോലിയുടെയും മൾട്ടിനാഷണൽ കൾച്ചറിൻ്റെയും സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിരുന്ന സമയമായിരുന്നു അത്. ഈ സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് സംരംഭകനാകാൻ തീരുമാനിച്ചപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ ഭാര്യ ഉറച്ച പിന്തുണ നൽകിയെന്ന് അദ്ദേഹം ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു. സാങ്കേതിക വിദ്യ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ 100 വർഷത്തിലേറെ നിലനിൽക്കുന്ന ഒന്ന് നിർമ്മിക്കണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തെ റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തിച്ചത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് എന്നും ലോകത്ത് പ്രസക്തി ഉണ്ടാകുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ കടക്കണിയിൽ വീഴുമ്പോൾ ബാങ്ക് വായ്പകളില്ലാതെ ബിസിനസ് വളർത്താം എന്ന് അദ്ദേഹം തെളിയിച്ചു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് എന്നും ആവശ്യക്കാരുണ്ടാകും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. റോയ് ഗ്രൂപ്പ് എന്നോ മറ്റോ ഉള്ള കുടുംബ പേരുകൾക്ക് പകരം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന പേര് തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഉച്ചരിക്കാൻ എളുപ്പമുള്ളതും കമ്പനിയുടെ മൂല്യം വ്യക്തമാക്കുന്നതുമായ ഒരു പേര് വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. 2005 ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് ഈ പേര് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാറുകളെ സ്നേഹിച്ച റോയിയുടെ ശേഖരത്തിൽ 12 റോൾസ് റോയ്സ് കാറുകൾ വരെ ഉണ്ടായിരുന്നു. 10 കോടി രൂപ വിലയുള്ള ഫാൻറ്റം 8 കാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ. ആഡംബരം വെറും ഒരു പ്രദർശനമല്ല, മറിച്ച് കഠിനാധ്വാനത്തിന് താൻ നൽകുന്ന സമ്മാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബിഗ് ബോസ് പോലുള്ള വൻകിട ഷോകളുടെ സ്പോൺസർ എന്ന നിലയിൽ മലയാളികൾക്കും അദ്ദേഹം സുപരിചിതനായിരുന്നു. വാഹനങ്ങളോടുള്ള തൻ്റെ കമ്പത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകാറുണ്ട്. 10,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു മാരുതി 800 ആയിരുന്നു ആദ്യ വാഹനം. പിൽക്കാലത്തും ആ വൈകാരിക ബന്ധം അദ്ദേഹം നിലനിർത്തിയിരുന്നു. ദുബായിൽ നിന്ന് തൻ്റെ മകന് വേണ്ടി ഫെരാരിയുടെയും റോൾസ് റോയ്സിൻ്റെയും ടോയ് കാറുകൾ വാങ്ങിയതിൽ നിന്നാണ് യഥാർത്ഥ കാറുകൾ വാങ്ങാനുള്ള ആഗ്രഹം തുടങ്ങുന്നത്. ബിസിനസ്സുകാരൻ എന്നതിലുപരി മികച്ചൊരു മജീഷ്യനും സിനിമാ നിർമ്മാതാവും കൂടിയായിരുന്നു അദ്ദേഹം. 12ഓളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. കലയോടും സംഗീതത്തോടും എന്നും ആഭിമുഖ്യം പുലർത്തിയിരുന്ന അദ്ദേഹം തൻ്റെ ബിസിനസ് പോലെ തന്നെ കലയും ഗൗരവത്തോടെ കണ്ടു. താനൊരു പരിശീലനം ലഭിച്ച മജീഷ്യനാണെന്നും കോളേജ് കാലത്ത് ഷോകൾ നടത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ സ്പോൺസർ ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആഡംബര ജീവിതം നയിക്കുമ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാനും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അടുത്തിടെ 201 വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ബിഗ് ബോസ് വിജയികൾക്ക് നൽകുന്ന 50 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പും കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് നൽകിയിരുന്നത്. വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ആദായനികുതി വകുപ്പിൻ്റെ നിരന്തരമായ പരിശോധനകൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. കുടുംബത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്നാണ് വിവരം. ഒടുവിൽ 2026 ജനുവരി 30 സ്വന്തം ഓഫീസിൽ വെടിയുതിർത്ത് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അത് ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ ദാരുണമായ ഒരു അധ്യായമായി മാറുന്നു.